തായ്ലൻഡിലെ ഇന്ദിര മാർക്കറ്റ് വളരെ ഫേമസ് ആണ്. അവിടെ കൂടുതലും ഇന്ത്യൻ വംശജരായിട്ടുള്ള വ്യാപാരികളുടേതാണ് ആ സ്ഥാപനങ്ങളിൽ ഏറെയും. പട്ടായയിൽ ധാരാളം വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള അനവധി പ്രൊഡക്റ്റുകൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ദിര മാർക്കറ്റ് പട്ടായയിൽ. അവിടെ ധാരാളം നോർത്ത് ഇന്ത്യൻസും അതുപോലെ തന്നെ നേപ്പാളി, ഈ ഭൂട്ടാൻ എന്നീ ഭാഗത്തു നിന്നുള്ള ധാരാളം വർക്കേഴ്സും അവിടെയുണ്ട്. വളരെ ചീപ്പ് റേറ്റിൽ അവിടെ നമുക്ക് തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ സ്വീറ്റ്സ്, മറ്റുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവിധ സാധനങ്ങളും ലഭിക്കും. ഇലക്ട്രോണിക് ഐറ്റംസ്, ഇലക്ട്രിക്കൽസ്, തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ വാച്ചുകൾ, കണ്ണടകൾ എന്നുവേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ലഭിക്കുന്ന ഒരു ഇന്ത്യൻ മാർക്കറ്റാണ് ഇന്ദിര മാർക്കറ്റ്. ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് സ്മരണാർത്ഥം ആ സ്ഥലത്തിന് ആ പേരിട്ടിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ധാരാളം നോർത്ത് ഇന്ത്യൻസിൻ്റെ കടകളാണ് അവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ വളരെ ചീപ്പ് റേറ്റിൽ അവിടെ തുണിത്തരങ്ങൾ ലഭിക്കും. അത് ഞാൻ പല തുണിത്തരങ്ങളും അവിടെ നിന്ന് വാങ്ങുകയുണ്ടായി. അവിടുത്തെയും നമ്മുടെ നാട്ടിലത്തെയും വില കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപയ്ക്ക് മേൽ വരുന്നവ അവിടെ ഒരു 500 രൂപ 400 രൂപയ്ക്ക് ലഭിക്കും. അത്രയും ചീപ്പ് റേറ്റിൽ അവിടെ ലഭിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ നമ്മുടെ നാട്ടിനേക്കാൾ വില കൂടുതലാണ് മറ്റുള്ള വിദേശങ്ങളിൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. കാരണം അത് നമ്മുടെ നാട്ടിലെ ഇന്ത്യക്കാരുടേതായ ഒരു മാർക്കറ്റ് പ്ലേസ് ആയതിനാലായിരിക്കണം അങ്ങനെ ഒരു ചീപ്പ് റേറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. ഞാൻ അവിടുന്ന് കുറച്ച് തുണിത്തരങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്വീറ്റ്സ് കടയിൽ കയറി. നമ്മളൊരു ടൂർ പോവുകയാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളെല്ലാം ആഗ്രഹിക്കുക, ടൂർ പോയി വരുമ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് കൊണ്ടുവരും. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപ്രകാരം ഞാൻ ഒരു സ്വീറ്റ്സ് കടയിൽ കയറി പലതരം ടോഫീസ്, ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ പല മിഠായികളും അവിടെ വാങ്ങുകയുണ്ടായി. ഏകദേശം ഒരു 15,000 രൂപയുടെ മിഠായികളാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത്. വളരെ രസകരമായൊരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു അവിടെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള ഇന്ദിര മാർക്കറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അത്യാവശ്യം ഹിന്ദിയും ഇംഗ്ലീഷും അവിടെ നമുക്ക് സംസാരിച്ചാൽ കാര്യങ്ങൾ നടക്കും. തായ് ഭാഷ നമുക്ക് അറിയണമെന്നില്ല എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രത്യേകത. നന്നായി ഹിന്ദി സംസാരിക്കുന്ന സെയിൽസ്മാൻമാരെയാണ് അവിടെ ധാരാളമായിട്ട് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അതൊരു വളരെ പ്രയോജനകരമായിട്ട് എനിക്ക് തോന്നി. വളരെ നല്ലൊരു അനുഭവം തന്നെയാണ് ഇന്ദിര മാർക്കറ്റിന് എനിക്കുണ്ടായത്. പട്ടായയെ സന്ദർശിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടി തന്നെയാണ് ഇന്ദിര മാർക്കറ്റ്. ആരോട് ചോദിച്ചാലും ആ സ്ഥലം പറഞ്ഞു തരും. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.